പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഒറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 31ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ചാലക്കുടി പോട്ടയിൽ നിന്നുള്ള ഷീല ജോയ് എന്നൊരു അമ്മയുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ഷീല ജോയ്. ഞാൻ ചാലക്കുടിക്കടുത്ത് പോട്ടയിൽ നിന്ന് വരുന്നു. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഒരുപാട് വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശാരീരിക ദുരിതത്തെ കൃപാസനത്തിൽ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 നടന്ന മരിയൻ പ്രത്യക്ഷീകരണത്തോടനുബന്ധിച്ച് നമുക്ക് കിട്ടിയ മരിയൻ ഉടമ്പടി പ്രാർത്ഥനയുടെ യോഗ്യതയാൽ സമയ ചുരുക്കത്തിൽ വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടായ ഒരു സാക്ഷ്യമാണ്. ഈ സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഈ അമ്മയുടെ വിശുദ്ധിയുള്ള ഒരു ജീവിതമാണ്. ഈ സാക്ഷ്യം കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലോട്ട് ഈ അമ്മയെക്കുറിച്ച് ഓടി വന്നത് ബാറൂക്ക് 5:1 തിരുവചനമാണ്. മഹത്വത്തിൻ്റെ കിരീടം തലയിൽ അണിഞ്ഞ ഒരു അമ്മ. ഇതാണ് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന തിരുവചനം. ബാറൂക്ക് 5:1 തിരുവചനം ഇതാണ്: ജെറുസലേം, നീ ദുഃഖത്തിൻ്റെയും പീഡനത്തിൻ്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിൻ്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. ദൈവത്തിൽ നിന്നുള്ള നീതിയുടെ മേലങ്കി ധരിക്കുക. നിത്യനായവന്റെ മഹത്വത്തിൻ്റെ കിരീടം ശിരസിൽ അണിയുക. മരിയൻ ഉടമ്പടി വഴിയായി ഈ ഒരു പീഡനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയൊക്കെ ആ ഒരു മൂടുപടം മാറ്റി ഒരു മഹത്വത്തിൻ്റെ കിരീടം അണിഞ്ഞ ഒരു സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ ഷീല ജോയി അൾത്താരയിൽ ഈ സാക്ഷ്യം പറയുന്നത്. സാക്ഷ്യം ഇതാണ്: ഞാൻ 25 വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ പരോട്ടിഡ് ഗ്ലാൻഡ്, ഈ ലെഫ്റ്റ് ഇയറിന് മുന്നിലും താഴോട്ട് ഇറങ്ങി കിടക്കുന്ന ഒരു ഗ്ലാൻഡാണ്. അത് 2 സൈഡിലുണ്ട് നമ്മുടെ ചെവിയുടെ ഇപ്പുറത്തായിട്ട്. അതിൽ ഇടത് സൈഡിലുള്ള ഗ്ലാൻഡ് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരും. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫിസിഷ്യൻ നേരെ ENT അടുത്ത് വിടും. ENT നേരെ ENT ഡോക്ടറാണെങ്കിൽ നേരെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് വിടും. ആർക്കും അതിന് പരിഹാരം പൂർണ്ണമായിട്ട് നിർദ്ദേശിക്കാൻ പറ്റിയിരുന്നില്ല. പറയുന്നുണ്ട് ആ വിഷമസന്ധിയുടെ കാഠിന്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമ്മ വളരെ ലാഘവത്തോടെ പറയുന്നൊരു വാക്കാണ്. അതായത് എൻ്റെ ടീച്ചിങ് പ്രൊഫഷൻ പോലും ഈ ഒരു ഇൻഫെക്ഷൻ കാരണം എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പം അത്രമാത്രം തീവ്രതയേറിയ വളരെ സഹനം പിടിച്ച ഒരു ജീവിതയാത്രയിൽ മരിയൻ ഉടമ്പടി വഴിയായി എങ്ങനെയാണ് ഈ അമ്മ സന്ധിക്കപ്പെടുന്നു എന്നാണ് നമ്മൾ ഈ സാക്ഷ്യത്തിൽ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, അതായത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ മരിയൻ ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന് കാണുന്നുണ്ട്. കഴിഞ്ഞ മെയ്യിൽ ഞാൻ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷയിലൂടെ എനിക്ക് അതിന് പൂർണ്ണ സൗഖ്യം കിട്ടി. അച്ഛൻ സൈത്ത് പൂശി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. 2ാം പ്രാവശ്യം സൈത്ത് പൂശിപ്പോൾ എനിക്ക് തോന്നി എന്തായാലും എൻ്റെ അസുഖം പൂർണ്ണമാകും. ഞാൻ ഇത് അസുഖം മാറുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഫ്രീക്വൻ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരികയും ചെയ്യായിരുന്നു. ഇത് തന്നെയല്ല, എനിക്ക് കുടുംബ പ്രാർത്ഥന പോലും എത്തിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് വന്നേ. ഞാനൊരു ടീച്ചറായിട്ട് ജോലി ചെയ്തിരുന്നതാണ്. ആ ടീച്ചിങ് പ്രൊഫഷൻ വരെ ഞാനതുകൊണ്ട് നിർത്തിയത് ആ ഒറ്റ കാരണത്താലാണ്. അച്ഛൻ സൈത്ത് പൂശിയിലൂടെ എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. നമ്മുടെ മേജർ സലൈവറി ഗ്ലാൻഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ് ഈ പരോട്ടിഡ് ഗ്ലാൻഡ്. അവിടെയാണ് ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ 2 തവണ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ തൻ്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സൈത്ത് പൂശി കർത്താവിൻ്റെ നാമത്തിൽ ആ രോഗത്തെ ശാസിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ മകൾക്ക് പൂർണ്ണ സൗഖ്യം. 25 വർഷമായി തൻ്റെ ശരീരത്തിൽ പേറിക്കൊണ്ട് നടന്നിരുന്ന ആ ദുരിതത്തിന് എന്നേക്കുമായി ഒരു ശമനം സാധ്യമായത്. ഈ മകൾ അത് ശരീരത്തിൽ അനുഭവിക്കുന്നത്. അതിൻ്റെ വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ്
ഈ അമ്മ സാക്ഷ്യം അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വലിയൊരു മഹത്വത്തിൻ്റെ കിരീടം, ഒരു ശാശ്വതമായ സന്തോഷത്തിൻ്റെ ഒരു കിരീടം, ഈ ഒരു പ്രത്യേക രോഗസൗഖ്യത്തിലൂടെ ഈ അമ്മയ്ക്ക് ദൈവപിതാവ് അനുവദിച്ചു കൊടുക്കാൻ ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഈ മകളുമായി ദൈവപിതാവ് ഒരു നിത്യ ഉടമ്പടിയിലാണ്. ഏശയ്യ 54:10-11 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിന്നോട് കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുന്നു, മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ, ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും. അപ്പോൾ ഈ മകളുമായി ദൈവം ഒരു ശാശ്വത ഉടമ്പടിയിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു സുദീർഘമായിട്ടുള്ള ഒരു സഹനം ആ മകൾക്ക് അനുവദിച്ചു കൊടുക്കുന്നത്. പക്ഷേ സമയച്ചുരുക്കത്തിൽ ഈ ഒരു വിഷയം ദൈവ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ പ്രത്യേകമായിട്ട് മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ ആദ്യ ദൃസാക്ഷിയായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെ, ഏറെ പ്രത്യേകമായിട്ട് സൈത്ത് പൂശിയുള്ള പ്രാർത്ഥനയിലൂടെയാണ് ഒരു നിത്യമഹത്വത്തിൻ്റെ സന്തോഷത്തിലേക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഒരു രോഗസൗഖ്യത്തിലൂടെ ഈ മകൾക്ക് ദൈവപിതാവ് അനുവദിച്ചു നൽകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പീഡനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ ആ മൂടുപടം വസ്ത്രം മാറ്റി മഹത്വത്തിൻ്റെ കിരീടം എന്നേക്കും അണിഞ്ഞ ഒരു സന്തോഷത്തിലാണ് ബാറൂക്ക് 5:1 തിരുവചനം അനുസരിച്ച് ഈ മകള് അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത്. ഈ സാക്ഷ്യം ഞാനിങ്ങനെ പഠിച്ചു വന്നപ്പോൾ ഞാൻ ഈ മഹത്വത്തിൻ്റെ വചനമാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പഠിച്ചത് എന്തുകൊണ്ട് ഈ അമ്മയുടെ ഫയലിൽ ദൈവപിതാവ് ഒപ്പിട്ടു എന്ന് ഞാൻ പഠിക്കുകയായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഈ അമ്മ പറയുന്നുണ്ട്, ഞാൻ വിശേഷ വിധിയായി കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് 2019 അതിനുശേഷം 21 തവണയോളം ഉടമ്പടി പുതുക്കി വിശുദ്ധിയുള്ളൊരു ജീവിതം നയിക്കുന്ന അമ്മയാണ്. അപ്പോൾ ഓരോ തവണയും ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന ആ ഉടമ്പടി പുതുക്കുന്നതിന് പറഞ്ഞിട്ടുള്ള 3 കെട്ട് പത്രത്തേക്കാൾ ഉപരി അതിൻ്റെ ഇരട്ടിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി ഈ മകള് പത്രപ്രേഷണ പ്രവർത്തനം നടത്തുന്നത് ഈശോയെ ഇതുവരെ അറിയാത്ത കരങ്ങളിൽ ഈ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണവും ദൈവിക ഇടപെടലും ഒക്കെ എത്തണം എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് വിശേഷവിധിയായിട്ട് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ നടപടി. അതായത് ഒരു തവണയെങ്കിലും കൃപാസനം പത്രം ഒരു വ്യക്തിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമത് ഒരു പത്രം ആ വ്യക്തിക്ക് ആവശ്യമില്ല. ഇതാണ് ഈ അമ്മയ്ക്ക് കിട്ടിയ ദൈവപിതാവ് കൊടുത്തിരിക്കുന്ന വലിയൊരു പഠിപ്പിക്കൽ. അതുകൊണ്ട് തന്നെ ഇനിയും കൃപാസനം പത്രം എത്തപ്പെടാത്ത സ്ഥലങ്ങളിലേക്കാണ് ഈ അമ്മ ഈ ഒരു കൃപാസനം പത്രവുമായി തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത്. ഈ ഒരു ബുദ്ധിമുട്ടിനിടയിലും, അതായത് 25 വർഷമായിട്ടുള്ള പരോട്ടിഡ് ഗ്ലാൻഡ് ഇൻഫെക്ഷനിടയിലും ഈ അമ്മ യാത്ര ചെയ്യുന്നത് ഈ ഒരു ദൈവിക തീഷ്ണതയോട് കൂടിയിട്ടാണ്, ഈശോയെ പേറിക്കൊണ്ട്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് വലിയ വലിയ കാരുണ്യ പ്രവർത്തികൾ എടുത്തു പറയത്തക്ക രീതിയിൽ ചെയ്യുന്നില്ലെങ്കിലും ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളിലൊക്കെ ഈശോയോടുള്ള അതീവ സ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ടാണ് ഈ അമ്മ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ അമ്മ പറയുന്നുണ്ട്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആരും നോക്കാൻ ഇല്ലാതെ പലരും അവിടെ വന്ന് ചികിത്സയിലായിരിക്കുന്നുണ്ട്. അവർക്ക് മരുന്ന് വാങ്ങാൻ, സ്കാനിങ് ചെയ്യാൻ, അതുപോലെ ഭക്ഷണത്തിന്, അതിനൊന്നും പൈസ ഇല്ലാത്തവർക്ക് ധനസഹായം ചെയ്യാറുണ്ട്. നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതിൽ കുറച്ച് മക്കളെയും കൂടി അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അവർക്കൊരു കാരുണ്യത്തിൻ്റെ മനസ്സ് വരട്ടെ എന്നുള്ള രീതിയിൽ. അത് ഈ അമ്മ പറയുമ്പോൾ ഒരു നാമമാത്രമായ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് വലിയ ദൈവ സ്നേഹം നിറഞ്ഞു തുളുമ്പിക്കൊണ്ടാണ് ഈ സാക്ഷ്യം അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഇപ്രകാരം വിശേഷവിധിയായി കാരുണ്യ പ്രേക്ഷിത
പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ ദൈവമാതാവ് പ്രത്യേകമായിട്ട് മധ്യസ്ഥത വഹിച്ച് ഈ അമ്മയുടെ ഫയലിൽ ഒപ്പിടുകയാണ്. ഈ 25 വർഷമായിട്ടുള്ള പരോട്ടിഡ് ഗ്ലാൻഡിന്റെ ഇൻഫെക്ഷൻ സുഖപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു ദിവസം മരിയൻ ഉടമ്പടിയൊക്കെ പുതുക്കി ഈശോയുമായിട്ടുള്ള സ്നേഹ സംഭാഷണത്തിലായിരിക്കുമ്പോൾ, മാതാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മ സ്വാതന്ത്ര്യത്തോടുകൂടി പറയുന്നുണ്ട്, എനിക്ക് ജോസഫ് അച്ഛനെ ഒന്ന് കാണണം, കാരണം ഇനിയും എൻ്റെ വിഷയങ്ങൾ ഒരുപാട് പരിഹരിക്കപ്പെടാനുണ്ട്. ഈ മരിയൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴും ഈ അമ്മ എഴുതുന്ന ആദ്യത്തെ നിയോഗം ഒരു ആത്മീയ നിയോഗമായിട്ട് ഞാൻ വെച്ചത് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ പഠിക്കണം, സ്ഥിരീകരിക്കണം. കാരണം അത്രയേറെ ദൈവമാതാവ് ഈ ഒരു പ്രത്യക്ഷീകരണത്തെ പറ്റി അമ്മയ്ക്ക് ബോധ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ദൈവസ്നേഹം നിറഞ്ഞ് ഇതുപോലെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നിയോഗം എഴുതി വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മേനെ സ്വപ്നം കണ്ടു. ഞാനിവിടെ കൃപാസനത്തിൽ ഈ പള്ളിയിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, വിഷമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അമ്മ എന്നോട് വന്ന് ചോദിക്കുകയാണ്, മോളെ നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞു, എനിക്ക് ജോസഫ് അച്ഛനെ കാണണം, ജോസഫ് അച്ഛനെ കണ്ടാൽ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമായി എന്നുള്ള ഉള്ളിലെ ചിന്തയായിരിക്കും. അമ്മ നേരെ എന്നെ ഈ ആൾത്താരയിലേക്ക് കയറ്റി നിർത്തി, നേരെ ക്രൂശിത രൂപത്തിൻ്റെ താഴെ കൊണ്ട് നിർത്തി എന്നോട് പറഞ്ഞു, മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ പറയാനുള്ള എല്ലാം ഈ ക്രൂശിത രൂപത്തിൻ്റെ ഇവിടെ ഈശോയോട് പറഞ്ഞോ എന്ന് പറഞ്ഞു. ഞാൻ ഈശോയുടെ കാല് പിടിച്ച് എൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു. അതായത് വലിയ സാന്നിധ്യം നൽകി ഈ മകളെ ദൈവപിതാവ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏഷ്യ 54:10 തിരുവചനം അനുസരിച്ച് അചഞ്ചലമായ ഉടമ്പടി ചെയ്ത മകളോട് തൻ്റെ സ്നേഹം തന്നെ വിട്ടുപിരിഞ്ഞിട്ടില്ല, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് വെളിവാക്കിക്കൊണ്ട് വലിയൊരു സ്വപ്നത്തിലൂടെ സാന്നിധ്യം നൽകി ഈ അമ്മയെ സന്ധിക്കുകയാണ്. ഈ സാക്ഷ്യം അവസാനിക്കുമ്പോൾ ഈ അമ്മ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഈ മരിയൻ ഉടമ്പടി വഴി 3 കാര്യങ്ങളാണ് എനിക്ക് ലഭിച്ചത്. പിന്നെ എനിക്ക് ഉടമ്പടിയെ പറ്റി പറയാനുള്ളത്, ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മീയ സന്തോഷം, ദൈവിക നിറവ്, അത് ചെറുതൊന്നല്ല. നമ്മുടെ ജീവിതയാത്രയിൽ നാം ഒറ്റയ്ക്കല്ല, ഈശോയും അമ്മയും ഒക്കെയും നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ചിന്ത ഉടമ്പടിയുടെ ബോണസാണ്. മരിയൻ ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളും സ്വന്തമാക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ആത്മീയ സന്തോഷം. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ആത്മീയ സന്തോഷം ലഭിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ജീവിത ദുരിതങ്ങളെക്കാൾ അപ്പുറത്ത് അതിൻ്റെ മുകളിൽ വലിയൊരു അഭിഷേക സന്തോഷം നമുക്ക് നിറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശുദ്ധാത്മ പ്രവർത്തനമാണ്. ഇത് ഈ അമ്മയ്ക്ക് സ്വന്തമായി, അമ്മയുടെ മുഖത്ത് അതുണ്ട്. രണ്ടാമതായിട്ട് ദൈവിക നിറവ്. അപ്പ എന്നും കൂടെയുണ്ട്, മഹത്വത്തിൻ്റെ കിരീടം എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആഴമായിട്ടുള്ള ബോധ്യം ഈ അമ്മയ്ക്ക് ഈ ഒരു സഹനത്തിലൂടെ 25 വർഷമായി ദൈവപിതാവ് തന്നെ അനുവദിച്ച് തന്ന ഈ സഹനത്തിലൂടെ ഈ അമ്മ ആ ഒരു ബോധ്യത്തിലേക്ക് വളരുകയാണ്. മൂന്നാമതായിട്ട് ഈശോയും മാതാവും എൻ്റെ കൂടെ മരിയൻ ഉടമ്പടി വഴി സഞ്ചരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ്. മാതാവ് തന്നെ വന്ന് പറയും, നീ എൻ്റെ പുത്രനോട് എൻ്റെ വിഷയങ്ങൾ പറ, ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് നിൻ്റെ സങ്കടങ്ങൾ നീ നേരിട്ട് പറഞ്ഞാൽ മതി, എല്ലാത്തിനും തീരുമാനമാകും എന്ന്. ജ്ഞാനത്തിൻ്റെ വലിയ പ്രതിഫലനമുള്ള വലിയൊരു സാക്ഷ്യമാണിത്. കാരണം ദൈവത്തിൻ്റെ ശക്തി ചൂഴ്ന്നിറങ്ങിക്കൊണ്ട് നിത്യനായവൻ്റെ മഹത്വം വെളിപ്പെടുത്തി കിട്ടിയ ഒരു അമ്മയുടെ വലിയൊരു സാക്ഷ്യമാണിത്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, 7-ാം അധ്യായം 24-25 തിരുവചനങ്ങളിൽ, എല്ലാ ചലനങ്ങളെയും ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു, ചൂഴ്ന്നിറങ്ങുന്നു. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തന്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. അതെ, ജ്ഞാനം ദൈവശക്തിയുടെ ഒരു ശ്വാസമാണ്. സർവശക്തന്റെ മഹത്വത്തിൻ്റെ ഒരു ശുദ്ധമായ ഒരു നിസ്സരണമാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. ഒരു ജ്ഞാനത്തിൻ്റെ ഒരു തലത്തിലേക്കാണ്
ഈ അമ്മ ഈ ഒരു ജീവിത ദുരിതങ്ങളിലൂടെ വളരുന്നു. അതുകൊണ്ടാണ് കൃപാസനം പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുവാൻ ഉടമ്പടി നിയോഗമായി എഴുതി തൻ്റെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇതിനോട് കൂട്ടിവെക്കുന്നത്. ഈ വലിയൊരു സാക്ഷ്യം നമ്മൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വർഷങ്ങളായിട്ടുള്ള സഹനങ്ങൾ ദൈവപിതാവ് അനുവദിച്ച് തന്നിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഹൃദയത്തിലൊന്ന് ദൈവപിതാവിന് നന്ദി പറയാം. കാരണം ചില സഹനങ്ങളൊക്കെ മാറ്റപ്പെടാത്തതാണ്. ഒരിക്കലും അതിന് ഒരു പോംവഴി ഇല്ലാത്ത വിഷയങ്ങളുടെ മേൽ എങ്ങനെയാണ് ദൈവപിതാവ് പ്രത്യേകമായിട്ട് ആ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ട് അത് ദൈവമഹത്വത്തിൻ്റെ കിരീടമാക്കി മാറ്റാൻ പരിശുദ്ധ അമ്മയെ നമുക്ക് ഉടമ്പടി വഴി കൂട്ടി നൽകുന്നത് എന്നുള്ളത് കൂടിയിട്ടാണ് ഈ സാക്ഷ്യത്തിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാറ്റപ്പെടുന്നതും ഒപ്പം തന്നെ മാറ്റപ്പെടാത്തതുമായ വർഷങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള സഹനങ്ങൾ ഈ സമയം കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ നമുക്ക് ദൈവപിതാവിന് കൊടുത്തുകൊണ്ട് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളിപ്പോൾ ഈ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുകയായിരുന്നു ഈ നീണ്ടകാല സഹനങ്ങളും യാത്രയും ഒക്കെ ഞങ്ങൾക്ക് വലിയ മഹത്വത്തിൻ്റെ കിരീടം അനുവദിച്ചു തരാനുള്ള ദൈവപിതാവിൻ്റെ വലിയൊരു പദ്ധതിയാണെന്ന്. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് പരിശുദ്ധമ്മേ ദൈവമാതാവേ, നീ നടന്നു നീങ്ങിയ ഒരുപാട് കനൽ വഴികളുണ്ട്. ഞങ്ങളും ഇപ്പോൾ ആയിരിക്കുന്ന കനൽ വഴികളുണ്ട്. ഓരോ യാത്രയിലും നീ ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. അമ്മേ ദൈവമാതാവേ, നീ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ഇതെല്ലാം നീ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായി മഹത്വത്തിൻ്റെ കിരീടം അണിഞ്ഞതുപോലെ ഒരിക്കൽ നിന്നോട് കൂടെ പീഡ അനുഭവിക്കുന്ന, ഈശോയോട് കൂടെ പീഡ അനുഭവിക്കുന്ന ഓരോ വ്യക്തികൾക്കും വലിയ മഹത്വം ഞങ്ങൾക്കും ലഭിക്കാനിരിക്കുന്നു എന്നൊരു സത്യത്തിലേക്കാണത് വിരൽ ചൂണ്ടുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവപിതാവേ, സഹനങ്ങൾ അനുവദിച്ചു കിട്ടുമ്പോൾ പരാതി കൂടാതെ പരിശുദ്ധമ്മയെ പോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സമയം നോക്കി പാർക്കുവാൻ പ്രത്യേകമായിട്ട് ഈ ലിവിങ് ഓറക്കിൾസ് എന്ന ശുശ്രൂഷയുടെ എപ്പിസോഡിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ.